بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ കേട്ട ഈ വചനം സൂറത്തുൽ ബഖറയിലെ 256 വചനമാണ്. ഇത് മിക്കവാറും പേർക്ക് കേട്ട് പരിചയമുള്ള ഒരു വചനമായിരിക്കും. അതിൻ്റെ ആശയം പുതിയ കാലത്ത് അത്രയും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ആയത്തുൽ കുർസിയിന് തൊട്ട് ശേഷമുള്ള വചനമാണത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൻ്റെ കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല, ബലാത്കാരവുമില്ല. ആരെയെങ്കിലും നിർബന്ധിച്ചുകൊണ്ട്, ഇഷ്ടമില്ലാത്ത ഒരാളെ അയാളെ നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവരുന്നത് അള്ളാഹു വിലക്കുന്നു. മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗം നടത്തരുത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇത് ഇങ്ങനെ മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല, അടിച്ചേൽപ്പിക്കലില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സർവമത സത്യവാദമല്ല, എല്ലാ മതങ്ങളും ശരിയായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ദുർമാർഗം സന്മാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു. ഏതാണ് ശരിയായ മാർഗം, ഏതാണ് ശരിയല്ലാത്ത മാർഗം, എന്താണ് സത്യം, എന്താണ് അസത്യം, ഇത് നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരാൾക്കും മുമ്പിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തത മനുഷ്യർക്ക് കൊടുക്കുക, എന്നിട്ട് അവർ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ നിരാകരിക്കുക എന്നതല്ലാതെ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഫമൻ യക്ഫുർ ബിത്താഊതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ഇത് സന്മാർഗവും ദുർമാർഗവും വ്യക്തമായി വിശദീകരിച്ചു കൊടുത്ത ശേഷം ആരാണോ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇതേപോലെയുള്ള വ്യാജ ശക്തികളെ, അല്ലെങ്കിൽ വ്യാജമായി മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ ഇത്തരം സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നത്, അവൻ ബലിഷ്ഠമായൊരു കയറിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ലം ഫിസ്വാമലഹ, അതൊരിക്കലും പൊട്ടിപ്പോവുകയില്ല. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. ഇസ്ലാമാണ് സത്യമതം. ഇവിടെ ആ ഇസ്ലാം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ബലിഷ്ഠമായ, ഒരിക്കലും പൊട്ടിപ്പോകാത്തൊരു കയറിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അള്ളാഹു ഇതൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും ഇസ്ലാം തിരസ്കരിക്കുവാൻ തീരുമാനിച്ചാൽ അവന് നഷ്ടമാണ്. അവന്റെ ജീവിതം എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ അവന് കെട്ടുവാൻ ഒരു നങ്കൂരമില്ലാതെ വഴിതെറ്റി അലയുന്നൊരു നൗകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നു. അങ്ങനെയായിരിക്കുമ്പോഴും ഇതൊരു മനുഷ്യന്റെ സ്വയം തെരഞ്ഞെടുപ്പാണ്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നിഫാഖ്, മുനാഫിക്കുകളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മനസ്സിൽ വിശ്വാസമില്ലാതെ പുറത്തേക്ക് വിശ്വാസം അഭിനയിക്കുന്നതിനെ അള്ളാഹു ഒരു നന്മയായി പരിഗണിക്കുന്നില്ല. അവരെ യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുന്നില്ല. അപ്പോൾ മനസ്സിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ മേൽ മതം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാളെ ഒരു വിശ്വാസിയായി അഭിനയിപ്പിച്ചു ജീവിക്കുന്നതിൽ ഇസ്ലാമിന് യാതൊരു താല്പര്യവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത്. ഖുർആനിലെ വേറെയും വചനങ്ങളിൽ ഈ ആശയം ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ വചനം നമ്മളുടെ കാലത്ത് ഇസ്ലാമിനെ പറ്റി, ഈ ഇസ്ലാമോഫോബിക് ഇൻഡസ്ട്രി ഇത്രയും തഴച്ചു വളർന്നൊരു കാലമായതുകൊണ്ട് ഇസ്ലാമിനെ പറ്റിയുള്ള വളരെ ഭീകരമായ തെറ്റിദ്ധാരണകളാണ് ലോകവാസകലം വളർത്തുവാൻ വേണ്ടി മാധ്യമങ്ങളും പല ബുദ്ധിജീവികളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ പോലും സമീപകാലത്ത് പുറത്തിറങ്ങിയ ചില സിനിമകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ആ സിനിമകളിൽ അടക്കം ചിത്രീകരിക്കുവാൻ ശ്രമിച്ചത് നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിന്റെ ഒരു മോട്ടോ ആണ്, ഇസ്ലാമിന്റെ ഒരു അജണ്ടയാണ്. മനുഷ്യരെ വാൾ കാണിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാമിന്റെ രീതി. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്ലാമിനുള്ളത്, മുസ്ലിങ്ങൾക്കുള്ളത് തുടങ്ങിയ
തികച്ചും വ്യാജമായ ആരോപണങ്ങൾ, നമ്മൾ വെള്ളം ചേർക്കാത്ത നുണകൾ ഇസ്ലാമിനെതിരിൽ നിരന്തരമായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം ദാർശനികമായും പ്രായോഗികമായും ഒരിക്കലും നിർബന്ധ മതപരിവർത്തനം അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞ് തൊട്ടുടനെയുള്ള വർഷങ്ങളിൽ, പതിറ്റാണ്ടുകളിൽ ഇസ്ലാം റോമിലേക്കും റോമിലേക്കും പേർഷ്യയിലേക്കും ഒക്കെ പടർന്ന് ഒരു ആഗോള മതമായി തീർന്നു. അവിടെ ആരെയും നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിച്ചതല്ല, മറിച്ച് സ്വാഭാവികമായി ഇസ്ലാം ആ നാടുകളിലേക്കൊക്കെ എത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തുപോയി അവരെ വാൾ കാണിച്ച് ഇസ്ലാം സ്വീകരിക്കുവാൻ നിർബന്ധിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇതിലെവിടെയും സംഭവിച്ചിട്ടില്ല. ഇത് തികഞ്ഞ തെറ്റിദ്ധാരണ മാത്രമാണ്. ഖുർആൻ വളരെ കൃത്യമായി ഇസ്ലാമിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിലെ ഈ വചനം ചൂണ്ടിക്കാണിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യം, ഇസ്ലാം വിമർശകരായ ആളുകൾ, ഇസ്ലാമിനെതിരിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒന്നും പഠിക്കാതെ ഈ ആയത്തിനെ അത് മക്കയിൽ അവതരിച്ച വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും കാണേണ്ടി വരാറുണ്ട്. അവർ പറയാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരിക്കെ പ്രവാചകന്റെ കയ്യിൽ അധികാരമില്ലായിരുന്നു. അന്ന് നിർബന്ധ മതപരിവർത്തനം പാടില്ല, വേണ്ടതില്ല എന്ന് ഖുർആനിന് പറയാൻ വളരെ എളുപ്പമായിരുന്നു എന്നാണ് അവർ പറയാറുള്ളത്. ഇത് തികച്ചും കളവാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ വചനം എപ്പോഴാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുവാനുള്ള യാതൊരു സന്മനസ്സുമില്ലാതെയാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരമില്ലാത്തൊരു സമയത്ത് ഇങ്ങനെയൊരു വചനത്തിന് പ്രസക്തി തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അധികാരമില്ലാത്ത മക്കയെപ്പോലുള്ള ഒരു സാഹചര്യത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകന് ഒരിക്കലും മറ്റുള്ളവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഈ വചനത്തിന്റെ കൽപ്പന തന്നെ പ്രസക്തമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരമുള്ളപ്പോൾ മാത്രമാണ്. നമ്മൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. അത് തഫ്സീറുകളിലാണെങ്കിലും ഹദീസുകളിലാണെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏത് സ്രോതസ്സുകളിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത്. സൂറത്തുൽ ബഖറ സാമാന്യമായി തന്നെ മദീന കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഈ വചനം മദീന കാലഘട്ടത്തിലാണ് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ, കയ്യിൽ സ്വന്തമായി സൈന്യമുള്ള, നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരവും സൗകര്യവുമുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നിർബന്ധ മതപരിവർത്തനം ഒരിക്കലും പാടില്ല, അത് തിന്മയാണ്, അത് പാപമാണ്, അള്ളാഹു അത് അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് പറയാൻ പ്രത്യേകമായൊരു കാരണമുണ്ട്. ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ ആ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന വിഭാവനത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക ക്രമമാണ് നമ്മുടേത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമുസ്ലിങ്ങളെ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കും എന്നൊക്കെയാണ് പലരും ധരിച്ചു വശായിട്ടുള്ളത്. അങ്ങനെയല്ല. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ശരിക്കും ഖുർആനാണ്. ആ ഖുർആൻ ഒരു പ്രിൻസിപ്പിളായി, രാജ്യം വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കേണ്ട ഒരു പ്രിൻസിപ്പിളായി ആ പരിശുദ്ധ ഖുർആൻ പറയുന്നതാണിത്. നിർബന്ധ മതപരിവർത്തനം ഒരിക്കലും പാടില്ല എന്നത്. ഇത് അവതരിപ്പിക്കപ്പെടാനുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾക്ക് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന വിശ്വാസിനിയായ ഒരു സ്ത്രീ, ആ കാലഘട്ടത്തിൽ മദീനയിലെ സ്ത്രീകൾക്ക് പലപ്പോഴും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പാണ്. ശിശുമരണങ്ങൾ വ്യാപകമായിരുന്നല്ലോ. നമ്മൾ സമീപകാലത്തെ വൈദ്യശാസ്ത്രത്തിന്റെ വികാസവും സർക്കാരുകളുടെ വളരെ ഊർജിതമായ പ്രവർത്തനങ്ങളുമൊക്കെ വഴിയാണ് ശിശുമരണ നിരക്ക് നമ്മൾ വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവന്നത് എന്ന കാര്യം നമ്മൾക്ക് ഓർമ്മ വേണം. നമ്മൾ 1.5 സഹസ്രാബ്ദ കാലം മുമ്പ് പറയുമ്പോൾ ശിശുമരണങ്ങൾ വ്യാപകമായിരുന്ന ഒരു കാലമാണത്. അങ്ങനെ മദീനയിലെ
സ്ത്രീകൾക്കിടയിൽ ശിശുമരണങ്ങൾ വ്യാപകമായിരുന്ന ഒരു കാലത്ത് അവരുടെ അന്നത്തെ അന്ധവിശ്വാസങ്ങൾ വെച്ച് അവർ കണക്കുകൂട്ടി, ഇതൊരു പക്ഷേ നമ്മളുടെ സമീപത്ത് യഹൂദരുണ്ടല്ലോ, യഹൂദർ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ആളുകളാണ്. ഇവർ മദീനയിൽ ഔസ് ഹസ്രജ് ഗോത്രക്കാരെന്ന് പറയുന്നത് അവർ മുശ്രിക്കുകളായിരുന്നു, വിഗ്രഹാരാധകരായിരുന്നു. അപ്പോൾ വിഗ്രഹാരാധകർക്ക് സ്വയം തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രവാചകന്മാരുമായോ വേദഗ്രന്ഥങ്ങളുമായോ ഒന്നും ബന്ധമില്ലാത്തൊരു സംസ്കൃതിയാണ്. എന്നാൽ യഹൂദർ എന്ന് പറയുന്നത് കുറെ കൂടി സുപ്പീരിയർ ആണ്. അവർക്ക് ദൈവവുമായ ഒരു ബന്ധമുണ്ട്, ഒരു ഇടപാടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾക്ക് യഹൂദന്മാരാക്കി വളർത്തും എന്ന് നമ്മൾക്ക് നേർച്ച നേരാം. അവരെ അതിജീവിക്കുകയാണെങ്കിൽ, അവർ മരിക്കാതിരിക്കുകയാണെങ്കിൽ അവരെ യഹൂദന്മാരായി വളർത്തും എന്നൊരു നേർച്ച നമുക്ക് നേരാം എന്ന് മദീനയിലെ സ്ത്രീകൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടികളെ യഹൂദന്മാരാക്കി വളർത്തും എന്ന് പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ ദൈവം അവരെ ജീവിക്കാൻ വിട്ടേക്കും. കാരണം യഹൂദന്മാരുമായി ദൈവത്തിന് ബന്ധമുണ്ട് എന്ന് തോന്നുന്നു എന്ന തരത്തിലുള്ള ഒരു വിചാരമാണ് അവർക്കുണ്ടായത്. അപ്പൊ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഒരു സഹാബ വനിതക്ക് ഇതേപോലെ അവർ ജാഹിലിയ കാലത്ത് ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ യഹൂദനായി വളർത്തിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ഇവൻ വളരുകയാണെങ്കിൽ അവനെ യഹൂദനാക്കി വളർത്താം എന്ന് അവർ നേർച്ച നേർന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മദീനയിലെ ബനു നളീർ എന്ന് പറയുന്ന യഹൂദ ഗോത്രത്തെ ഈ കുഞ്ഞിനെ അവർ വളർത്താൻ ഏൽപ്പിക്കുകയും ആ കുഞ്ഞ് അവിടെ ഒരു മുതിർന്ന പുരുഷനായി യഹൂദനായി തന്നെ വളർന്നു വരികയും ചെയ്തു. ഈ സമയത്താണ് ബനു നളീറുകാർക്കെതിരായ സൈനിക നടപടി ഇസ്ലാമിക രാഷ്ട്രം സ്വീകരിക്കുന്നത്. മദീനയിൽ പല യഹൂദ ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾക്കറിയാം ബനു കൈനുക എന്ന് പറയുന്ന യഹൂദ ഗോത്രം ഉണ്ടായിരുന്നു. ആ യഹൂദ ഗോത്രം ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ കലാപക്കൊടി ഉയർത്തിയ സമയത്ത് ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്കെതിരിൽ നടപടി സ്വീകരിക്കേണ്ടി വരികയും അവർ മദീനയിൽ നിന്ന് പോവുകയും ചെയ്തു. അവർ മദീനയിൽ നിന്ന് അവരുടെ സ്വത്തുക്കളും മറ്റും എടുത്തുകൊണ്ട് മദീനക്ക് പുറത്തേക്ക് അവർക്ക് പോകേണ്ടി വന്നു. ഇതിനുശേഷം അഹ്സാബ് യുദ്ധത്തിന്റെ തൊട്ട് മുമ്പായി ഹിജ്റ 4-ാം വർഷം നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ കാണാൻ കഴിയും. ബനു നളീർ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാനുള്ള ആ ഉപജാപങ്ങൾ വളരെ പരസ്യമായി തുടങ്ങി. അത് ഉപജാപങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്ര തലവൻ എന്നുള്ള നിലക്ക് മദീനയിലെ യഹൂദ ഗോത്രങ്ങൾക്ക് വലിയ കോട്ടകൾ ഉണ്ടായിരുന്നു. കോട്ടകൾ എന്ന് പറയുന്നത് മദീനയിലെ യഹൂദ സംസ്കൃതിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. മദീനയിലെ അറബികൾക്ക്, അവിടെ നേരത്തെ വിഗ്രഹാരാധകരായിരുന്ന ആളുകൾക്ക് കോട്ട നിർമ്മാണം അവർക്ക് പരിചയമുള്ള ഒരു കലയെ ആയിരുന്നില്ല. അങ്ങനെ ഒരു ആർക്കിടെക്ചർ, ഒരു എഞ്ചിനീയറിംഗ് അവർക്ക് അറിയുമായിരുന്നില്ല. എന്നാൽ യഹൂദ ഗോത്രങ്ങൾക്ക് നല്ല സുശക്തമായ സുഭദ്രമായ കോട്ടകൾ ഉണ്ടാക്കി അതിനുള്ളിൽ സുരക്ഷിതരായി ജീവിക്കുന്ന ഒരു ശൈലിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാടിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ആ നാട്ടിലെ തന്നെ മനുഷ്യരായ, ആ നാട്ടിൽ പ്രവാചകന്റെ ഭരണാധികാരത്തിന് കീഴിൽ ജീവിക്കുന്ന യഹൂദർ, ആ യഹൂദരെ സന്ദർശിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു നളീറുകാരുടെ കോട്ടയിലേക്ക് പോയപ്പോൾ ആ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് വലിയൊരു കല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് ഉരുട്ടിയിട്ട് പ്രവാചകനെ വധിക്കുവാനുള്ള ഗൂഢാലോചന വരെ നടത്തുന്ന വിധത്തിൽ വളരെ നീചമായിട്ടാണ് ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയത്. ഒരു രാഷ്ട്രത്തലവനോട്, ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഗോത്രം അങ്ങനെ പെരുമാറുന്നത് എന്തുമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് ആലോചിക്കാം. അവിടെ ഇതൊക്കെ സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്കെതിരിൽ ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങുകയും ഈ യഹൂദ ഗോത്രത്തിന് ഒടുവിൽ പരാജയം സമ്മതിച്ച് മദീനയിൽ നിന്ന് പുറത്തേക്ക് താമസം മാറ്റേണ്ടി വരികയും ചെയ്തു. ബനു നളീർ വളരെ പ്രസിദ്ധമായ ഗോത്രമാണ്. പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി തീർന്ന സൊഫിയ റളിയല്ലാഹു അൻഹ, സൊഫിയ ബിൻത് ഹുയയ്യ്, അവർ ഈ ഗോത്രക്കാരിയാണ്. ആ ഗോത്രത്തിന്റെ തലവനായിരുന്ന ഹുയയ്യ് ഇബ്നു അഖ്തബിന്റെ മകളായിരുന്നു സൊഫിയ റളിയല്ലാഹു അൻഹ. എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഈ ഒരു സന്ദർഭം എത്തിയപ്പോൾ ബനു നളീറുകാർ മദീനയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്ന് വന്നപ്പോൾ ഈ സ്ത്രീക്ക് സങ്കടം വന്നു. കാരണം അവരുടെ മകൻ ഇവരുടെ കൂടെ യഹൂദനായി വളരുന്നുണ്ട്. അവൻ മദീനയിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് അവൻ ഇസ്ലാമിലേക്ക് വന്നോളും എന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഇത് യഹൂദർ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുമ്പോൾ അവൻ കൂടി അവരുടെ കൂടെ പോയാൽ
അവൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള സാധ്യതകൾ വിദൂരമാകുന്നു എന്ന് കണ്ട് അവർ മകനോട് ചെന്ന് കാണുകയും സ്വാഭാവികമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. പക്ഷെ എത്ര പറഞ്ഞിട്ടും മകൻ ഇസ്ലാം സ്വീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ല. ഇതിൽ സങ്കടം വന്നുകൊണ്ട് ഒരു മാതാവ് എന്ന നിലക്ക് അവനെ ഇസ്ലാം സ്വീകരിക്കുവാൻ നിർബന്ധിപ്പിക്കുവാൻ അവർക്ക് സ്വാഭാവികമായൊരു ത്വര, അത് ഇസ്ലാമിക രാഷ്ട്രീയാധികാരത്തിന്റെ ത്വരയൊന്നുമല്ല, ഒരു മാതാവിന്റെ വളരെ സ്വാഭാവികമായൊരു ത്വരയുണ്ടായ സമയത്ത് അതിനെപ്പോലും തിരുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ഈ ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് എത്രത്തോളം നിർബന്ധ മതപരിവർത്തനത്തെ ഇസ്ലാം എതിർക്കുന്നു എന്ന കാര്യം ഇങ്ങനെയൊരു സമയത്ത് ഇടപെട്ടുകൊണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരവുമില്ല എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നിർബന്ധ മതപരിവർത്തനത്തെ എത്രത്തോളം പരിശുദ്ധ ഖുർആൻ നിരോധിക്കുന്നു, നിഷേധിക്കുന്നു, ആ ആശയം എത്രത്തോളം ഇസ്ലാമിന് അന്യമാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ബനു നളീറുകാർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സൈനിക നടപടി സീറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശർ അവതരിപ്പിക്കപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ബനു നളീറുകാർക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്തുൽ ഹശറിലെ വചനങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് കാണാം. എന്ത് തന്നെയായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ ഈ സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ വചനങ്ങൾ അതുകൂടി നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു യഹൂദ ഗോത്രത്തിനെതിരിൽ സൈനിക നടപടി ഉണ്ടാകുന്ന സന്ദർഭമാണ്. ആ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് ശക്തമായ വചനങ്ങൾ സൂറത്തുൽ ഹശറിൽ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ്. അങ്ങനെയൊരു സമയത്ത് പോലും രാഷ്ട്രത്തലവനെ കല്ലുരുട്ടിയിട്ട് വധിക്കാൻ ശ്രമിച്ചൊരു യഹൂദ ഗോത്രത്തിനെതിരിൽ നടപടിയുണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ പോലും ആ ഗോത്രത്തിന്റെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്ന് പ്രഖ്യാപിക്കുവാൻ മാത്രം മതം മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൂടാ, നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തെ പറ്റിയാണ് ഈ തെറ്റിദ്ധാരണകൾ മുഴുവൻ പടരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേവലം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിച്ച അനേകായിരം മനുഷ്യർക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഖുർആനിന്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി ഈ മാസത്തിൽ നമ്മൾക്ക് വലിയ ഊർജം ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. والذين معه أشداء على الكفار رحماء